ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ ജോൺസൺ ആണേ. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്ന ജോലിക്ക് മാന്യമായ വേതനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് സമരം ചെയ്യുന്ന എല്ലാ നേഴ്സുമാർക്കും മാലാഖ കുഞ്ഞുങ്ങൾക്കും എൻ്റെ നമസ്കാരം. നമ്മൾ പൊതുജനങ്ങൾക്ക് ന്യായമായിട്ടും ചില സംശയങ്ങളുണ്ടാകും. അവര് സേവനം ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ ജോലിക്ക് കയറിയത്, അല്ലെങ്കിൽ അവർക്ക് മാനേജ്മെന്റ് ന്യായമായിട്ടുള്ള ശമ്പളം കൊടുക്കുന്നുണ്ടല്ലോ, നമ്മൾ രോഗികളായിട്ട് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇവർ സമരമായിട്ടിരുന്ന നമ്മൾ എന്നാ ചെയ്യും എന്നൊക്കെയുള്ള പല പല ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അല്ലേ, ശരിയല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ കേരളത്തിൽ ഏതൊരു ജോലി എടുത്താലും അത് എന്ത് തരം ജോലി ആയാലും അതിനൊക്കെ പ്രത്യേക സമയക്രമങ്ങളുണ്ട്, ഇല്ലേ? 8 മണിക്കൂർ എന്നും പറഞ്ഞിട്ടാണ് ഒരു സമയക്രമം ഉള്ളത്. എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണിക്ക് ജോലിക്ക് കയറുന്ന ആൾ 4 മണിക്ക് ജോലി ഇറങ്ങുക, 8 മണിക്ക് കയറുന്ന ആൾ 4 മണിക്ക് ഇറങ്ങി പോവുക. അത് എല്ലാ ജോലികളും അങ്ങനെ സമയക്രമം ഉള്ളതാണ്. അതിപ്പം കൂലിപ്പണി ആയാലും ശരി, ഒഫീഷ്യൽ ജോലികളാണെങ്കിലും ശരി, കമ്പനി എക്സിക്യൂട്ടീവ് ആണെങ്കിലും ശരി, HR ആണെങ്കിലും ഏത് ജോലിയാണെങ്കിലും അതിന് സമയക്രമമുണ്ട്. എന്നാൽ സമയക്രമം ഇല്ലാത്ത ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഈ നേഴ്സിംഗ് ജോലിയാണ്. 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ, 12 മണിക്കൂർ, 16 മണിക്കൂർ, 20 മണിക്കൂർ, 24 മണിക്കൂർ വരെ നേഴ്സുമാർ ജോലി എടുക്കേണ്ട ഹോസ്പിറ്റലുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നതിന് അർത്ഥം മനസ്സിലാണെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ഒരു നേഴ്സുള്ള മാതാപിതാക്കൾക്കോ മക്കൾക്കോ പേരൻസിനോ ഭർത്താവിനോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ മനസ്സിലാവും. സ്വന്തം മക്കള് അമ്മയെ കാണാതെ അല്ലെങ്കിൽ അച്ഛനെ കാണാതെ കിടന്ന് കരയുമ്പം അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഇതേണ്ട മോനെ നിന്റെ അമ്മ പോകുന്നു അല്ലെങ്കിൽ അച്ഛൻ പോകുന്നു എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്ന പേരൻസിനെ എനിക്കറിയാം. മനസ്സിലായില്ലേ? അവർക്ക് പല്ല് തേക്കാനുള്ള ബ്രഷും പേസ്റ്റും മാറാനുള്ള വസ്ത്രങ്ങളും അടക്കം ബാഗിനകത്തിട്ട് ഹോസ്പിറ്റലിൽ പോകുന്ന നേഴ്സുമാരുണ്ട്. വീട്ടിലേക്ക് വരാണ്ട് ചിലപ്പോൾ 1/2 മണിക്കൂർ 10 മിനിറ്റ് ദൂരം കാണത്തുള്ളൂ, പക്ഷേ വീട്ടിലേക്ക് വരാൻ സമയം കിട്ടത്തില്ല. അങ്ങനെ അധ്വാനിക്കുന്ന നേഴ്സുമാരുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ അധ്വാനിക്കുന്ന നേഴ്സുമാർക്ക് മാന്യമായിട്ടുള്ള വേതനം ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം, ശരിയല്ലേ? അപ്പം അവർ ലഭിക്കുന്നില്ല. കാരണം ഇവരുടെ ഈ ഒരു നേഴ്സ് പഠിച്ചിറങ്ങണമെങ്കിൽ, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ പോലെ നേഴ്സ് പഠിച്ചിറങ്ങണമെങ്കിൽ അവർക്കുണ്ടാകുന്ന ചെലവ്, സാമ്പത്തിക ചെലവ്. അപ്പോൾ അങ്ങനെ അതിൽ പഠിച്ചിറങ്ങിയ ശേഷം അവർ ജോലിക്ക് വേണ്ടിയിട്ട്, നേഴ്സിംഗ് ജോലിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ കയറാൻ വേണ്ടി തിണ്ണകൾ തോറും കയറി ഇറങ്ങി, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കിൽ ജോലി കിട്ടിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു മൾട്ടിനാഷണൽ ഹോസ്പിറ്റലിൽ ജോലി കിട്ടിയെന്നിരിക്കട്ടെ, അവർക്ക് ലഭിക്കുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായിരിക്കും. 2000 രൂപ മുതൽ നൽകുന്ന സ്ഥാപനങ്ങളുണ്ട്. 2000 രൂപ മുതൽ 15,000 രൂപ വരെ. ചില ഹോസ്പിറ്റലുകൾ മാത്രം 20,000, 25,000, 30,000 വരെ നൽകുന്ന ഹോസ്പിറ്റലുകളുണ്ട്. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ട്. പക്ഷേ ഈ 2000 രൂപ മുതൽ 15,000 രൂപ മുതൽ വരെ കൊടുക്കുന്ന ഹോസ്പിറ്റൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ഇവർക്ക് എടുത്ത വിദ്യാഭ്യാസമായി ഇപ്പോൾ അടച്ചു തീർക്കണം, ശരിയാണോ? കുടുംബം ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ മക്കളുടെ ചെലവ്. അവർ ഒരു ചെറിയ സ്കൂട്ടർ എടുത്തിട്ടുണ്ട്, നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഡെയിലി വന്നു പോകാൻ വേണ്ടി ചെറിയൊരു സ്കൂട്ടർ എടുത്തിട്ടുണ്ടെന്ന് നോക്കുക, അതിൻ്റെ EMI അടയ്ക്കണം, ഇല്ലേ? അതിൽ പെട്രോൾ അടിക്കാനുണ്ട്, ഇവർക്ക് ചിലവ് നടക്കാനുണ്ട്, ഇവർ വസ്ത്രം വാങ്ങാനുണ്ട്, കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കണം. അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്ന ഇവർക്ക് ഈ രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങൾ അവിടെ കിടന്ന് ജോലി ചെയ്ത ശേഷം ഇവർക്ക് പിന്നെ പൈസ കൊണ്ടാണ്ട് പുറത്ത് കൂലിപ്പണിക്ക് പോകണമെന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പം ഇവർക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. ഇപ്പം എനിക്കൊരു സ്ഥാപനം ഉണ്ടെന്ന് വെക്കുക, ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളെ മാന്യമായിട്ട് ട്രീറ്റ് ചെയ്ത് സമൂഹത്തിൽ മാന്യമായിട്ട് അവർക്ക് ഇറങ്ങി നടക്കാൻ ആവശ്യമായ അവർക്ക് മാന്യമായിട്ടുള്ള വേതനം നൽകിയില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ആ സ്ഥാപനം അടിക്കടി താന്നു പോയിക്കൊണ്ടിരിക്കും. നേരെ മറിച്ച് അവരെ ഞാൻ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, മനസ്സിലായില്ലേ, അവർ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണി ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അവിടെ വിഷു, ഈസ്റ്റർ, ക്രിസ്മസ്, റംസാൻ ഇതൊക്കെ വരുന്നുണ്ടല്ലേ? നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഒരു മാനേജ്മെന്റ്, ചിലതുണ്ട്, ഇല്ല എന്നല്ല, മനസ്സിലായോ? ചിലതുണ്ട് മാനേജ്മെന്റ് എന്നാ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്നില്ല, ഇന്നാ നിങ്ങൾ 5,000 രൂപ വെച്ചോ, നിങ്ങൾ മക്കൾക്ക് ഒരു ഡ്രസ്സ് എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിക്കുക, ഇന്നാ ഞങ്ങളുടെ വരെ ബോണസ് ആയിട്ട് ഇരിക്കട്ടെ, ക്രിസ്മസ് വരുമല്ലേ ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന എത്ര മാനേജ്മെന്റാണ് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഞാൻ പുതിയ BMW എടുത്തു, ഓടി എടുത്തു, പുതിയ ബെൻസ് കാർ എടുത്തു, 1.5 കോടി മുടക്കി അവിടെ വീട് വെച്ചു എന്ന് പറഞ്ഞ് അഹങ്കരിച്ച് നടക്കുന്ന നിങ്ങൾക്ക് അത് മേടിക്കാനും ആ വീട് വെക്കാനുമുള്ള സാമ്പത്തികം ഉണ്ടായതോടെ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായതല്ലേ? ആ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഇവരെ പോലുള്ള മാലാഖ കുഞ്ഞുങ്ങൾ ഓടി നടന്ന് തെക്ക് വടക്ക് നടന്ന് പണിയെടുത്തിട്ടല്ലേ? അപ്പൊ അവന്റെ കെയർ താമസം വരുമ്പോൾ നിങ്ങൾ ഒരാള് ആലോചിച്ച് നോക്ക്, അതിന്റെ കെയർ താമസം വരുമ്പം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ചെറിയ ട്രീറ്റ് കൊടുക്കുമ്പം ഇവരെ ഒന്ന് വിളിച്ച് നിങ്ങൾ എത്ര പേര് ട്രീറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് നാണക്കേടല്ലേ? നിങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യും? നിങ്ങളുടെ സ്റ്റാറ്റസിനനുസരിച്ചുള്ള മുതലാളിമാരെയും അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടർമാർ അതിനുള്ള കേഡറിലുള്ള ഡോക്ടർമാരെയും അല്ലാതെ എത്ര നേഴ്സുമാരെ വിളിച്ച് ട്രീറ്റ് ചെയ്യുന്നുണ്ട്?
മനസ്സിലാവും. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ വീട്ടിലേക്ക് വിളിക്കാൻ നടക്കണം, നിങ്ങൾ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇത് എൻ്റെ വക ട്രീറ്റ് ആട്ടോ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഇല്ല എന്നല്ല, ഉണ്ട്. കാരണം എൻ്റെ വൈഫ് ഒരു നേഴ്സാണ്. അവർ ജോലി ചെയ്ത സ്ഥാപനത്തിലെ പല ഡോക്ടർമാരും ഇപ്പോഴും ഞങ്ങൾ സംസാരിക്കാറുമുണ്ട്. ഞങ്ങൾ കാണുമ്പോൾ അതുപോലെ അവരുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട്. കാരണം അത്രയേറെ നല്ല മാനേജ്മെൻറ്റുമാണ് ഡോക്ടർമാരുമാണ്. ഇല്ല എന്നല്ല, അപ്പം ഉണ്ട്. അതുപോലെ എത്ര പേര് ചെയ്യുന്നുണ്ട്? നിങ്ങളുടെ ഈ ഉയർച്ചയ്ക്കെല്ലാം കാരണം ഇവർ തന്നെയാണ്, അല്ലേ? അപ്പം അത് ന്യായമായിട്ടും അതുവരെ പരിഗണിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെ ഉള്ളതാണ്. പിന്നെ ഈ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അവർക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടെന്നേ. ആ സ്വപ്നങ്ങളെല്ലാം അടിച്ചമർത്തി നിങ്ങൾ വെറുതെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഉഴുതു മറിച്ച് അവരെ കഷ്ടപ്പെട്ട് അവരുടെ ചോര നീരാക്കി നിങ്ങൾ ഊറ്റിയെടുത്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു നേഴ്സ് ഒരു രോഗിയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ തൊട്ടപ്പുറത്ത് 3 ബെഡിന് അപ്പുറത്ത് ഒരു രോഗി കിടന്ന് കാറും, അയ്യോ എൻ്റെ കാലിൽ തിരിക്കാൻ പറ്റുന്നില്ലേ, ഓടി പറഞ്ഞാൽ കാരണം നേഴ്സിന് രോഗമായിട്ട് ഓടിച്ചെല്ലും. ഈ രോഗി ഇട്ട് അങ്ങോട്ട് ഓടിച്ചെല്ലും. അവിടെ ചെല്ലുമ്പോഴേക്കും ഒരു അപ്പുറം 4-5 ബെഡ് അപ്പുറം കിടക്കുന്ന ആൾ, അപ്പി ഇട്ടെന്ന് പറഞ്ഞ് തിരിയാൻ പറ്റാത്ത ആൾ കിടക്കുന്ന ആൾ, അയ്യോ ഞാൻ അപ്പി ഇട്ടെന്ന് പറഞ്ഞ് കിടന്ന ആൾ ഉടനെ ഇതിട്ട് അങ്ങോട്ട് ഓടി. അവിടെ ചെല്ലുമ്പോൾ അപ്പുറം വേറൊരു രോഗി, അയ്യോ ഞാൻ ഛർദ്ദിച്ചെന്ന് പറഞ്ഞ് കിടന്ന ആൾ ഉടനെ ഇതിട്ട് അങ്ങോട്ട് ഓടി. ഇങ്ങനെ രാവ് പകലില്ലാതെ ഓടി നടന്ന് ജോലി ചെയ്യുന്നതിനിടയ്ക്കാണ് അതിനിടയ്ക്ക് ഇവരുടെ നേഴ്സിംഗ് സൂപ്പറിന്റെ വക ശകാരം, അതിനിടയ്ക്ക് മാനേജ്മെന്റിന്റെ വക, അതിനിടയ്ക്ക് HR-ന്റെ വക, അതിനിടയ്ക്ക് മെയില്, അതിനിടയ്ക്ക് കാരണം കാണിക്കൽ നോട്ടീസ്. ഇതെല്ലാം അനുഭവിച്ച് മാനസികമായിട്ട് ഇവർ വെല്ലുവിളികൾ നേരിട്ട് മാനസിക പ്രയാസങ്ങളുമായിട്ട് വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞാൽ വീട്ടിലുള്ള സമാധാനമായിട്ടിരിക്കാൻ പറ്റുന്നുണ്ടോ? ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഒന്നാലോചിച്ച് നോക്ക്. ഉറങ്ങാൻ പോലും പറ്റത്തില്ല. കാരണം ഉറങ്ങുമ്പോഴും ഇവരുടെ ചിന്ത നാളെ ഇന്ന പേഷ്യന്റിന് ഏത് മരുന്ന് കൊടുക്കണം, അത് ഏത് കൊടുത്താൽ ശരിയാകും, അവർ ഡിസ്ചാർജ് ആയപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അവരോട് പറഞ്ഞു വിടണം, അല്ലെങ്കിൽ നാളെ ആ ഡോക്ടർ എന്നോട് നാളെ HR ചെന്ന് കാണണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നാളെ HR ചെല്ലുമ്പോൾ എൻ്റെ ജോലിയുടെ അവസ്ഥ എന്താവും? ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന നേഴ്സുമാരാണ് ഒരു 99%. അത് തന്നെയല്ല, ഇവർക്ക് ആവശ്യമായ സാമൂഹികമായ അംഗീകാരം ലഭിക്കുന്നില്ല എന്നും വേറൊരു വിഷയമാണ്. മനസ്സിലായില്ലേ? അവള് നേഴ്സല്ലേന്നേ, അവർ ചെയ്യാനുള്ള പണിയല്ല ചെയ്തോട്ടെ. 10-2000 രൂപ ശമ്പളം, അത് വലിയ കാര്യമല്ല. അത് കിട്ടുന്നത് തന്നെ വലിയ കാര്യം കൂട്ടിയാൽ മതി. അയ്യോ ഡോക്ടർ വരുന്നു, എഴുന്നേറ്റ് ഇതൊരു വ്യത്യാസമാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഡോക്ടർമാർ രോഗിയായിട്ടുള്ള സമ്പർക്കം എന്ന് പറഞ്ഞാൽ മാക്സിമം ഒരു 2 മിനിറ്റാണ്. അല്ലെങ്കിൽ ദിവസവും 1 മണിക്കൂർ ഡോക്ടർ ഒരു വാർഡ് അല്ലെങ്കിൽ 2 വാർഡ് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടർ എടുക്കുന്ന 1.5 മണിക്കൂർ സമയമാണ് ആകെ മൊത്തം ഡോക്ടറിന് ഒരു പേഷ്യന്റിന്. അപ്പോൾ അതിനിടയ്ക്ക് ഒരു പേഷ്യന്റിനെ കാണുന്ന ചിലപ്പോൾ 2 മിനിറ്റേ കാണുള്ളൂ. ഈ 2 മിനിറ്റാണ് ആ പേഷ്യന്റുമായിട്ടുള്ള സമ്പർക്കം. ആ രോഗിയെ കയ്യിൽ കിട്ടുന്ന മുതൽ, അതായത് കൈ കിട്ടും ഞാൻ പറയട്ടെ, ചില രോഗികൾ വീട്ടുകാർ പോലും അടുക്കാൻ അറയ്ക്കുന്ന രോഗികളുണ്ട്. മനസ്സിലായോ? ശരീരത്തിൽ ശരീരത്തിലെ വ്രണങ്ങളിലൂടെ പുഴു അരിച്ചിറങ്ങുന്ന രോഗികളുണ്ട്. എല്ല് ഒടിഞ്ഞിട്ട് അസ്ഥി പുറത്തേക്ക് വന്നിരിക്കുന്ന രോഗികളുണ്ട്. ശരീരത്തിലെ അവയവങ്ങൾ, അകത്തുള്ള അവയവങ്ങൾ, കുടലും പണ്ടമടക്കം പുറത്തേക്ക് ചാടി വന്ന രോഗികളുണ്ട്. ഇവരെയെല്ലാം ഉള്ളം കയ്യിൽ വാരിയെടുത്ത് ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് പൊന്നുപോലെ നോക്കി പൂർണ്ണ ആരോഗ്യസ്ഥിതിയുള്ള ആളുകളായി തിരിച്ചിറക്കി വിടുമ്പം ഒരാളെങ്കിലും ഈ നേഴ്സുമാരോട് നന്ദി പറഞ്ഞിട്ട് പോകുന്നുണ്ടോ? എന്നെ ഇങ്ങനെ ആക്കിയ നേഴ്സേ നിങ്ങൾ കാരണം കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ആയ എന്ന് പറഞ്ഞിട്ട് പോകുന്ന ഒരാളെങ്കിലും ഉണ്ടോ? നമ്മൾ നേരെ പറയും, ഇറങ്ങാൻ നേരത്ത് പറയും, ഞാൻ വിളിച്ചിട്ട് നേഴ്സ് 1/2 മിനിറ്റ് താമസിച്ചാൽ വന്നേ. അത് ശരിയല്ല കേട്ടോ, ഇനി അങ്ങനെ ആവർത്തിക്കാൻ പാടില്ല. ആവർത്തിച്ച് ഞാൻ മാനേജ്മെന്റ് പരാതി കൊടുക്കുമെന്ന് പറയുമല്ലാതെ ഒരാളെങ്കിലും നന്ദി പറഞ്ഞിട്ട് പോകുന്നവരുണ്ടോ? നമ്മളങ്ങനെ പല കാര്യങ്ങൾ ചിന്തിക്കാനുണ്ടെന്നേ. ഞാനൊരു പ്രാവശ്യം ബാക്ക് ബോണിന്റെ ഇഞ്ചുറി ആയിട്ട് കിടന്നപ്പം എന്നെ ട്രീറ്റ് ചെയ്ത്, സ്വന്തം സഹോദരനെ ട്രീറ്റ് ചെയ്യുന്നവരെ എന്നെ ട്രീറ്റ് ചെയ്ത നേഴ്സുമാരുണ്ട്. അപ്പോൾ അവർ കുടുംബത്തിലെ വേണ്ടപ്പെട്ട ആളുകളെ പോലെ തന്നെയാണ് കൈ കിട്ടുന്ന ഓരോ രോഗികളെയും കാണുന്നത്. അതിനനുസരിച്ചുള്ള അംഗീകാരം അവർക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു വിഷയമാണ്. അവരുടെ കുടുംബജീവിതത്തെ ഇത് ബാധിക്കുന്നുണ്ട്. കുടുംബത്തിൽ ഭാര്യയോടൊപ്പം ചെലവഴിക്കാൻ സമയം ലഭിക്കാറില്ല, അല്ലെങ്കിൽ ഭർത്താവിനോടൊപ്പം ചെലവഴിക്കാൻ സമയം, മക്കളോടൊപ്പം ചെലവഴിക്കാൻ സമയം ലഭിക്കാറില്ല. മക്കള് രാവിലെ സ്കൂളിൽ പോകുന്ന സമയത്ത് പേരൻസ് ഇല്ല, കാരണം അവർ ജോലിക്ക് പോയി 7 മണിക്ക് ഷിഫ്റ്റാ. മനസ്സിലാകുന്നുണ്ടോ? രാത്രി വൈകിട്ട് മക്കൾ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിൽ വല്യപ്പനുണ്ടെങ്കിൽ അവരാണ് മക്കളെ കാര്യങ്ങൾ ചെയ്ത് അവർ കിടത്തി ഉറക്കി, ഭക്ഷണം കൊടുത്ത് കിടത്തി ഉറക്കി, അല്ലെങ്കിൽ ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭാര്യ ഉണ്ടെങ്കിൽ. കാരണം അവർക്ക് ഈ ജോലി ചെയ്യുന്ന ആളെ കാണാൻ പറ്റുന്നില്ല. മക്കൾ ഉറങ്ങി കഴിയുമ്പോഴാണ് വരുന്നത്. അവർ ഉറങ്ങി കഴിയുമ്പോൾ വരുന്നു, ഇവർ ടെൻഷൻ കാരണം ഇവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഇവർ ഉറക്കോളുകളെ അഭയം പ്രാപിക്കുന്നു, സ്ലീപ്പിംഗ് പിൽസിൽ അഭയം പ്രാപിക്കുന്നു, അങ്ങനെ എന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഇവർ ദൈനംദിനം ഇങ്ങനെ ടെൻഷൻ അടിച്ചടിച്ചടിച്ച് അവർ മാനസികമായിട്ട് പ്രയാസം നേരിടും. നമ്മൾ പല ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നിങ്ങൾ കാണാറുണ്ട്, നടക്കാൻ പറ്റത്തില്ല, സോഡാ കുപ്പി പോലുള്ള കണ്ണാടികളും വെച്ച് കൈ മുട്ടിലൂന്നി പയ്യെ നടന്നു പോകുന്ന വെള്ള സാരിയോ അല്ലെങ്കിൽ വെള്ള ഉടുപ്പോ കിട്ടുന്ന നേഴ്സുമാർ നിങ്ങൾ കാണാറുണ്ട്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കും, അല്ലേ? അടുത്ത് നിൽക്കുന്ന ആളോട് ചോദിക്കും, ഇവർക്ക് എന്നാത്തിൻ്റെ ബുദ്ധിമുട്ടാണ്, ഇവരെയൊക്കെ ആരാ ജോലിക്കെടുത്തത്?
വല്ല കാര്യമുണ്ടോ ഇവരെയൊക്കെ ജോലിക്ക് എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിക്കണം. ആയ കാലത്ത് ഓടി നടന്ന് പണിയെടുത്ത ആൾക്കാര്, അല്ലെങ്കിൽ അവര് അത്രയേറെ ത്യാഗം സഹിച്ചും കഷ്ടപ്പെട്ട് സഹിച്ചും അവര് വളർത്തിയെടുത്ത ഒരു ഹോസ്പിറ്റലാണ്. മനസ്സിലായില്ലേ? ആ ഒരു പരിഗണന പോലും അവരോട് നൽകാൻ ആ മാനേജ്മെന്റ് തയ്യാറാകുന്നില്ല. ഞാൻ ഇത്രയും പറയാനുള്ള കാര്യം എന്റെ ഭാര്യ ഒരു നേഴ്സാ. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഞാനിത് പറയാൻ കാര്യം, കൽക്കട്ട AMRA ഹോസ്പിറ്റലിൽ തീ പിടിച്ചപ്പോൾ ആ ഹോസ്പിറ്റലിലെ ആ ഒരു വാർഡിലുള്ള കംപ്ലീറ്റ് മേലധികാരികളും, അവിടെ ആരൊക്കെയാണ് ആ വാർഡിലുള്ള മേലധികാരികൾ ആരൊക്കെയാണോ അവരെല്ലാം പുറത്തേക്ക് ഓടിയപ്പോൾ രോഗികൾ അനങ്ങാൻ പറ്റത്തില്ലാതെ കിടന്ന രോഗികളെ വലിച്ച് പുറത്തേക്ക് ഇറക്കാൻ ആരും ഇല്ലാതിരുന്നപ്പോൾ പുറത്ത് നിന്ന് ധൈര്യം സംഭരിച്ച് ഉള്ളിലേക്ക് കയറി ചേടത്തി അനിയത്തിയുമാണ് എൻ്റെ ഭാര്യയോടെ അനിയത്തി. അവരും രണ്ടുപേരും ഓരോരുത്തരെ അനങ്ങാൻ പറ്റത്തില്ലാതെ ആളുകളെ എടുത്ത് പുറത്തേക്ക് ജനാല വഴിയും വാതിൽ വഴിയും പുറത്തോട്ട് കൊടുക്കുമ്പോൾ പുറത്ത് നിന്ന് കൈനീട്ടി സ്വീകരിച്ച് അവരെ 32 പേരോളം ആൾക്കാർ രക്ഷിച്ചിട്ടുണ്ട്. ആ രക്ഷിക്കുന്നതിനിടയ്ക്ക് സ്വന്തം അനിയത്തി കരിക്കട്ടയായി മാറുന്നത് നോക്കി നിൽക്കേണ്ടത് ചേർത്തി എൻ്റെ ഭാര്യ. മനസ്സിലായോ? കയ്യിലുള്ള രോഗിയെ കളഞ്ഞിട്ട് അനിയത്തി പിടിക്കാൻ പറ്റത്തില്ല, അത് സ്വാർത്ഥതയായി പോവും. അപ്പൊ കയ്യിൽ രോഗി ഇരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അത് പോയ ആളാ. അപ്പൊ അങ്ങനെയുള്ള ആളുടെ വികാരം ഞാൻ മനസ്സിലാക്കണം. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അത്രമേൽ ത്യാഗം സഹിച്ചും കഷ്ടപ്പാട് സഹിച്ചും ബുദ്ധിമുട്ടുകൾ സഹിച്ചുമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ നഴ്സുമാരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അന്ന് കേരളത്തിൽ നിന്ന് വിളിച്ച ഭരണാധികാരികൾ പല പ്രണവങ്ങളും നൽകിയത്, നിങ്ങൾ കേരളത്തിലേക്ക് വാ, നിങ്ങളെ അങ്ങനെയും ഇങ്ങനെയും നിങ്ങളെ പൊന്നുപോലെ നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തേ. മനസ്സിലായോ? പക്ഷേ കേരളത്തിൽ വന്നിട്ട് അവരെ മൈൻഡ് ചെയ്തില്ല, പുറകെ നടത്തിട്ട് മൈൻഡ് ചെയ്തെന്നുള്ള അത് വേറൊരു ചരിത്രം. അത് അങ്ങോട്ട് ഞാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നഴ്സുമാരുടെ വിഷയമാണ്. അപ്പം ഇവർ കൂടാതെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്. കാരണം ഇവർ തീരാ രോഗികളും മാറാ രോഗികളുമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആളുകളുമായിട്ട് ആണ് ഇവരുടെ സമ്പർക്കം എന്ന് പറയുന്നത്. അവർക്ക് മാസ്ക് വെച്ചുകൊണ്ട് രോഗിയെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ രോഗി ഇവരോടുള്ള അന്തരം ഫീൽ ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അതാണ് പ്രധാന വിഷയം. അതുകൊണ്ട് തന്നെ ഇവർക്ക് പല നഴ്സുമാരും മാസ്ക് വെക്കാറില്ല. കാരണം മാസ്ക് വെച്ചാൽ ഞങ്ങൾ വേറെ ഏതോ ഗ്രഹത്തിൽ നിന്ന് വന്നിട്ട് നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വന്നതായിട്ടുള്ള അവസ്ഥ രോഗിക്ക് ഫീൽ ചെയ്യും. രോഗിയുടെ മനസ്സിന് സന്തോഷം വന്നാൽ മാത്രമേ ആ രോഗത്തിന് ഒരു ശമനം ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ രോഗം നഴ്സുമാർക്കും പകരാനിടയുണ്ട്. മനസ്സിലായോ? അപ്പോൾ രോഗബാധ ഉണ്ടാകാനിടയുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും തൃണവൽഗണിച്ചുകൊണ്ടാണ് ഉണ്ടാകട്ടെ എൻ്റെ മുമ്പിൽ കിടക്കുന്ന രോഗി എൻ്റെ സ്വന്തം ആണെന്നുള്ള വിശ്വാസത്തിൽ ട്രീറ്റ് ചെയ്ത് അവരെ ആരോഗ്യവാനും പുറത്തോട്ടിറക്കുന്ന ആളാണ് നഴ്സുമാർ. അപ്പോൾ അവർക്ക് ന്യായമായ വേതനം 40,000 രൂപ ചോദിക്കുന്നത് വലിയ കാര്യമുള്ള കാര്യമല്ല. ഈ 40,000 രൂപയ്ക്ക് വേണ്ടിയിട്ട് ഒരു മാസം 40,000 നഴ്സിന് കൊടുക്കുന്നുണ്ട്. അവർ നിങ്ങൾക്ക് 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 40 ലക്ഷം രൂപയ്ക്കുള്ള ജോലി ചെയ്തിട്ടാ. ഇന്നലെ ഞാൻ കണ്ടു, ഇറങ്ങിപ്പോടാ നഴ്സുമാരോട് ഇറങ്ങിപ്പോടാ, അല്ലെങ്കിൽ നീ ആരെ ഇവിടെ നിൽക്കുന്നത്, നിന്റെ ID കാർഡ് എന്തെന്ന് ചോദിക്കുന്നത് മാനേജ്മെന്റിന്റെ ആളായിരിക്കും. ചിലപ്പോൾ HR-ന്റെ ആളായിരിക്കും, ആരും ആയിക്കോട്ടെ. നഴ്സുമാരോട് അങ്ങനെ പറയാം. നിനക്ക് ആരാ അധികാരം തന്നെ? നീട്ടി സല്യൂട്ട് അടിച്ച് നിൽക്കേണ്ട ആളാണ് നഴ്സുമാർ. നീയൊക്കെ നീട്ടി സല്യൂട്ട് അടിക്കണം. കാരണം നീ ആ ഷർട്ട് വിൻ ചെയ്ത് ഫുൾ കൈ വിട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാർ നഴ്സുമാരാ. നീ ആ സ്ഥാപനത്തിന്റെ ഓണറാണെങ്കിൽ, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഒരു ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ നീ അവിടെ കയറി ഒരു ഡോക്ടർ ഒരു മാനേജ്മെന്റ് മാത്രം വിചാരിച്ചാൽ ഒരു ഹോസ്പിറ്റൽ ഓടത്തില്ല. ഓടും തോന്നുന്നുണ്ടോ? ഒരു 10 ബെഡും നേരത്തെ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു ഡോക്ടർ ആ ഒരു മേശ കിട്ടിയിരുന്ന് ഒരു മുതലാളി, ഒരു ബെൻസുകാരെ വരുന്ന മുതലാളി കൊണ്ട് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഓടുവോ? അവിടെ സ്വന്തം ജീവൻ പോലും പരിഗണിക്കാതെ ഭക്ഷണം പോലും കഴിക്കാൻ സമയം കിട്ടാത്ത രീതിയിൽ ഓടുന്ന നേഴ്സുമാരുണ്ടെങ്കിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയം കിട്ടുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ചില സമയത്ത് നമ്മൾ പറയും അവർക്ക് ഗ്ലൗസ് ഇട്ട് ഈ ഛർദിയൊക്കെ അവർ കൈകൊണ്ട് വാരിയെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നത് കേട്ട് ചിലപ്പോൾ ചോദിക്കും അവർക്ക് ഗ്ലൗസ് ഇട്ട് ചെയ്താനാന്ന് ചോദിക്കും. ഒരു രോഗിയെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ ഛർദ്ദിച്ചു. അപ്പോൾ ഗ്ലൗസ് ഇടാൻ പോവോ, ചാടി അവരെ പിടിക്കാൻ പോവോ? സ്വാഭാവികമായിട്ടും മാനസിക പരിഗണന വെച്ച് ചാടി അവരെ പിടിക്കാൻ പോകും. അപ്പോൾ ഛർദ്ദി നേരത്തെ മൊത്തം കയ്യെ കൂടെ കൈക്കകത്ത് കോരേണ്ടി വരും. മനസ്സിലാകുന്നുണ്ടാവോ? ഇതൊക്കെയാണ് നേഴ്സുമാർ അനുഭവിക്കുന്ന ത്യാഗങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും. ഇതിനാവശ്യമായിട്ടുള്ള മാന്യമായിട്ടുള്ള വേതനം ലഭിക്കുക എന്നുള്ള അവരുടെ അവകാശമാണ്. ആ അവകാശത്തെ ചോദ്യം ചെയ്യാൻ ഒരു മനുഷ്യന് അവകാശമില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ടത് നഴ്സുമാരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പോരാടുമ്പം അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഒരല്പം ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ത്യാഗം നമ്മൾ സഹിക്കേണ്ടി വന്നാലും ശരി, ഇനിയൊരു നേഴ്സിനും അല്ലെങ്കിൽ ഒരു വേറൊരു ജോലിക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഇവരെ ഇങ്ങനെ തൃണവൽഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭാവിയിലും ഇത് തുടർന്നു പോകും. നേരെ മറിച്ച് ഇവർക്കൊരു മാറ്റം, ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഇനിയും നഴ്സിംഗ് മാലാക കുഞ്ഞുങ്ങളായിട്ട് മാറാനായിട്ട് അനേകം ആളുകൾ മുന്നോട്ട് വരും. മനസ്സിലായില്ലേ? കേരളത്തിലെ മെഡിസിൻ ട്രീറ്റ്മെന്റ് ആണ് ലോകത്തിലെ ഏറ്റവും ഉന്നത നിലവാരമുള്ള ട്രീറ്റ്മെന്റ്. ഞാൻ പല രാജ്യങ്ങളിലും ഉള്ള ട്രീറ്റ്മെന്റ് എനിക്ക് നേരിട്ടറിയാം. ഞാനിപ്പോൾ അയർലൻഡിലുള്ള ആളാണ്.
കേരളത്തിലെയും മറ്റ് സംസ്ഥാനങ്ങളെല്ലാം അറിയാം. ഇന്ത്യയിൽ തന്നെയും മറ്റേത് രാജ്യത്തേക്കാളും മികച്ച ട്രീറ്റ്മെന്റ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ഉള്ള ഒരു നാടാണ് കേരളം. ഡോക്ടർമാരുടെ മാത്രം എടുക്കല്ല, അവർ പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുക്കുന്നുള്ളൂ. ആ മരുന്ന് കൊടുക്കുന്ന ആളും അല്ലെങ്കിൽ മരുന്ന് എടുത്തു കൊടുക്കുന്ന ആളും എല്ലാം നേഴ്സുമാരാണ്. നേഴ്സുമാരുടെ അടുത്ത് വെറും പുച്ഛത്തോടെ മാത്രം സംസാരിക്കുന്ന, അവരെ പുച്ഛത്തോടെ മാത്രം വീക്ഷിക്കുന്ന സെക്യൂരിറ്റിയുള്ള ഹോസ്പിറ്റലുകളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നേഴ്സുമാരെ പറഞ്ഞ മൈൻഡ് പോലും ചെയ്യാതെ പുച്ഛത്തോടെ നടന്നു പോകുന്ന തൂപ്പുകാരുള്ള ഹോസ്പിറ്റലുകളുണ്ട്. അങ്ങനെ പല പല എല്ലാ മേഖലകളിൽ നിന്നും തിരിച്ചടികൾ നേരിട്ട് പക്ഷേ ഇവർ ചെയ്യേണ്ട ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള വേതനം നൽകി ഇവരെ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇനിയും ഇവരെ കൂടുതൽ ആളുകളെ നഴ്സിംഗിന്റെ മേഖലയിലേക്ക് അടുപ്പിക്കാൻ ഉതകുന്ന തീരുമാനം എടുത്ത് നടപ്പാക്കുവാൻ എല്ലാവർക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നഴ്സുമാർക്ക് വീണ്ടും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട ജോൺസൺ. ബൈ.